ഹലോ ഫ്രണ്ട്സ്, എവർ ഗാഡ് ഫോർ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ആദ്യം ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാദ്യം നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ കുറേ നാൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ സർപ്രൈസിനൊക്കെ എന്തായാലും ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ സർപ്രൈസ്. എൻ്റെ വാവയാണ്. വാവയുടെ പേര് ശിവധ്വനി എന്നാണ്. അപ്പം ഞങ്ങൾ ഈ കാരണം കൊണ്ടൊക്കെയാണ് കുറേ നാൾ ഞങ്ങൾ വീഡിയോ ഒന്നും വരാഞ്ഞത്. കുഞ്ഞാപ്പിനെ ഞങ്ങൾ എന്തായാലും കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതെ, നമ്മുടെ കുഞ്ഞാവയാണിത്. ശിവധ്വനി എന്നാണ് പേര്. അപ്പം ഇനി ഉള്ള വീഡിയോയിലൊക്കെ ഇനി എന്തായാലും ശിവധ്വനി മോളും ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഒരേ പാചകത്തിലൊക്കെ ആണെങ്കിലും ഒരേ വർക്ക് ചെയ്യുന്നതിലൊക്കെ ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ശിവധ്വനി ഉണ്ടാകും. അപ്പോൾ ഒരു ഹായ് കൊടുത്തേ എല്ലാവർക്കും. ഹായ് 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 പറഞ്ഞേ. ഹായ് ഹായ്. അപ്പം ഇച്ചിരി കുസൃതി കുട്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം ആനിവേഴ്സറി സെലിബ്രേഷൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സോയാബീൻ വേവിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ഗരം മസാല 1 ടീസ്പൂൺ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്തെടുക്കും. ഡാൽഡയിൽ വറുത്തെടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡാൽഡയിൽ വറുത്തെടുത്തിട്ടാണ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് അരി ഇട്ടിട്ടുണ്ട്. നമ്മൾ അരി കഴിയ വീഡിയോ കാണിച്ചില്ല. അപ്പോൾ നമ്മൾ അരി എന്തായാലും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് റെഡിയായി വരും. ഉടനെ തിളക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തിളച്ച് പോയിട്ട് നമുക്ക് എന്തായാലും ദമ്മിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതെല്ലാം വറുത്ത് മസാല അടിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ദമ്മിടുന്നത്. അപ്പോൾ അതിൻ്റെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ സവാളെല്ലാം വറുക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇടുന്നത്. മൊത്തം വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അരി വേവിച്ച് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ബിരിയാണി റൈസ് മേടിക്കാം. ബാക്കിയുള്ള വീട്ടിലൊക്കെ ഇത്തിരി സോയാബീൻ അതൊക്കെ വെച്ച് നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് പുറത്തിട്ടാണ് നിൽക്കുന്നത്. അവിടുത്തെ വെക്കുന്നത് നല്ല ചുമക്കാണ്. എന്തായാലും ഉണങ്ങിയായിട്ടുള്ള നല്ലപോലെ തീ കത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് തീർച്ചയായും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തിളച്ച് വേഗം അത്യാവശ്യം നല്ലപോലെ വേവിക്കണമെന്നില്ല. അത്യാവശ്യം വേഗം എന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നമുക്ക് ഇടാനായിട്ട് നമ്മുടെ അരി കുറച്ചുകൂടി വേഗമായിരിക്കും. നമ്മൾ ഇതിനകത്ത് അരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ അരി കുറച്ച് നാരങ്ങ ഇതൊക്കെ പിടിക്കാൻ നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് സബോള ഇവിടെ ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട്. അപ്പം ഇത് ഫ്രൈ ആക്കിയിട്ട് വേണം നമുക്കിനി മസാലയൊക്കെ അടിക്കാനായിട്ട്. നമ്മൾ ഒരു വശത്ത് റൈസ് ഇടുന്നുണ്ട്, ഒരു വശത്ത് ഇത് സബോള ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സോയാബീനും ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് വേണം നമുക്ക് മസാല കൂട്ടുകളൊക്കെ ഇട്ട് മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. എന്തായാലും ഇത് ഫ്രൈ ആയി വരട്ടെ. ഇതിന് പാട്ട് കേട്ടല്ലേ. നമുക്ക് എന്തായാലും ദമ്മിടാം. അപ്പോഴത്തേക്കും നമുക്ക് ബിരിയാണിയുടെ കാര്യങ്ങളെല്ലാം സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ, കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഇത് നമ്മൾ സ്പെഷ്യൽ ഐറ്റമാണ്. അത് നമ്മൾ ഈ ബ്രെഡ് പൊരിച്ചെടുത്തതാണ്. ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുത്തതാണ്. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ആയിട്ട് ഇറക്കിയിട്ടുള്ള നമ്മുടെ സോയയുടെ വെജിറ്റബിൾ നമ്മൾ ഇണക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇത് ദമ്മിടാനുള്ള സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേറെ ഒന്നിനും കൊണ്ടല്ല, ഇത് ദമ്മിടാൻ നേരത്ത് അടിക്ക് പിടിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി നെയ്യ് എൻ്റെ പുറത്ത് ഒഴിക്കുന്നുണ്ട്. എൻ്റെ പുറത്തേക്ക് ലേശം റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. റൈസ് നല്ലപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളായിട്ടുള്ള കറി എൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇച്ചിരി പൈനാപ്പിൾ ഇടുമ്പോൾ നമുക്ക് എന്തായാലും ക്രിസ്പി ആയിട്ടുള്ള ഇതിട്ട് കൊടുക്കാം.
അടുത്തായിട്ട് നമുക്കിത് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അതൊക്കെ നമുക്ക് കുറച്ച് മല്ലിയില പൊതിയാൻ ഇവിടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് സബോള വറുത്തതിട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത ദം റൈസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫ്രണ്ട്സ് ദമ്മിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി അതിൻ്റെ മേളിലിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് ദമ്മിടാം. അപ്പോൾ കനലൊക്കെ നമ്മൾ എന്താണ് റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പുറത്തേക്ക് ഇടാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. നമുക്ക് ആദ്യം ആ ബാക്കിയുള്ള സബോള മൊത്തം ഇട്ടേക്കാം. സബോള എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് ആ ബ്രെഡ് പൊരിച്ചത് പുറത്തേക്കൊരു കുപ്പി ഇട്ടേക്കാം. ബാക്കി നമുക്ക് വന്നിട്ടുള്ള പൈനാപ്പിളും കൂടി എൻ്റെ കൂട്ടത്തിട്ടേക്കാം. നമുക്ക് ബാക്കിയുള്ള പുതിയനെല്ലാം കൂടി ഇട്ടേക്കാം. എന്തായാലും നമുക്ക് ഇത് ദമ്മിടാനുള്ള പരിപാടി നോക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്തായാലും ദമ്മ് വെക്കാനായിട്ട് ഒരു നമ്മൾ ദോശ കല്ല് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കേട്ടോ ഇത് വെക്കണം. അപ്പോൾ അവിടെ ഇരുന്ന് എന്തായാലും സെറ്റായി വരട്ടെ. അപ്പോൾ എന്തായാലും ദമ്മാകട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കനലിട്ട് കൊടുക്കാം. കനലിട്ട് എന്തായാലും കനൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും നമുക്ക് കനലൊക്കെ എടുക്കാം.